സുഹൃത്തുക്കളെ, 15-ാം തീയതി നമ്മൾ അല്പം മാറ്റിവെച്ച ഒരു ഭാഗം പൂർത്തിയാക്കാനാണ് ഇന്ന് നമ്മളിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത്. ആ ഒരു ലിമിറ്റഡ് അജണ്ട മാത്രമേ നമുക്കുള്ളൂ. അന്ന് ചില സാങ്കേതിക കാരണങ്ങളാൽ നിങ്ങൾക്കെല്ലാം അറിയാം, ക്ലബിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ സിറ്റുവേഷൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അന്ന് നമ്മൾ ധൃതി പിടിച്ചൊരു തീരുമാനം എടുത്തില്ല. പല അഭിപ്രായങ്ങളൊക്കെ അന്നവിടെ വന്നു. അതിൻ്റെ ധൃതി പിടിച്ച തീരുമാനം എടുത്തില്ല. അതൊന്ന് എക്സാമിൻ ചെയ്യാൻ വേണ്ടി 2-3 ദിവസം എടുത്തേ ഉള്ളൂ. അനൗൺസ് ചെയ്തു. അതിൻ്റെ ബാക്കി ഭാഗം നമ്മളിപ്പോൾ ചെയ്യുകയാണ്. അത് പറഞ്ഞില്ല, ലോട്ട് എടുക്കുക, അല്ലാതെ വേറെ മാർഗമില്ല. റൂൾ 16 അനുസരിച്ച് നമ്മൾ 2 സ്ഥാനാർത്ഥികളുടെയും ടൈ ആയ 2 സ്ഥാനാർത്ഥികളുടെയും പേരിട്ട് നറുക്കെടുക്കണം. അപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഈ നറുക്ക് ഞങ്ങൾ 2 ചിറ്റിട്ട് വെറുതെ ഒന്നും എടുക്കുകയല്ല ചെയ്യുന്നത്. ബെസ്റ്റ് ഓഫ് 5 എന്നൊരു സിസ്റ്റം, അതായത് 5 സ്ലിപ്പ് വീതം ഓരോരുത്തരുടെയും പേര് ഞങ്ങൾ ഇതിനകത്തിടും. 5-5. അതിൽ ഓരോന്നായിട്ട് നറുക്കെടുത്ത് ആദ്യം 3 കിട്ടുന്ന ആളാരാണോ അവർ വിന്നറായിരിക്കും. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഒരു ഇത് വേണ്ടാന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഒരു ചാൻസ് കൂടും, ഇതിന് പ്രോബിലിറ്റി കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അപ്പോൾ ഓരോരുത്തരുടെയും പേരിൽ 5 സ്ലിപ്പ് ഇവിടെ ഞങ്ങൾ നിങ്ങളെ കാണിക്കും. 5 സ്ലിപ്പ് വീതം ഇട്ട് 5 കവറിലിട്ട് ആ കവർ സീൽ ചെയ്ത് കവർ ഷഫിൾ ചെയ്ത് അതിൽ ഓരോ കവർ എടുത്ത് പൊട്ടിച്ച് നമ്മൾ നോക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന രീതി. അതിന് മുമ്പ് നമ്മൾ സജ്ജീകരണം നമ്മൾ കാണിക്കാം. ഇതാണ് സ്ലിപ്പ്. ചന്ദ്രകുമാരിയുടെ പേരിൽ 5 എണ്ണം ഉണ്ട്. 1 തൊട്ട് 5 വരെ ചന്ദ്രകുമാരി, 6 തൊട്ട് 10 വരെ രവിരാജൻ. അപ്പോൾ ഒരു ഇതിനകത്ത് ഈ സ്ലിപ്പിൽ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഒപ്പിടണം. ഇത് ഞങ്ങൾക്ക് റെക്കോർഡായിട്ട് സൂക്ഷിക്കാനുള്ളതാണ്. പിന്നെ സ്ലിപ്പ് മാറിപ്പോയി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആരെങ്കിലുമൊക്കെ ഈ ഓരോ സ്ലിപ്പിലും ഒപ്പിട്ട് വെച്ചിട്ടാണ് ഞങ്ങളത് എൻക്ലോസ് ചെയ്യുന്നത്. ആവശ്യമുള്ള ലെവലിൽ വെച്ച് നമ്മളത് നിർത്തും. പിന്നെ ബാക്കിയുള്ള കവർ പൊട്ടിക്കത്തില്ല. അപ്പോൾ നിങ്ങളെ കാണിച്ച് ബോധ്യപ്പെടുത്തിയായിരിക്കും അതിനകത്തിടുന്നത്. മനസ്സിലായല്ലോ? സംശയമൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആരെങ്കിലും ഒന്ന് ഇങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് കൊണ്ട് ഒപ്പിടണ്ടേ? ഒപ്പിടാൻ അങ്ങോട്ട് സൗകര്യമില്ല, ഇവിടെയാണ് സൗകര്യം. അല്ല, പേരെഴുതി ഒപ്പിട്ടാരാ? പേനായിരം കൊടു. അങ്ങോട്ട് വേണേൽ അങ്ങോട്ട് തരാം. ഞാൻ ഇട്ടേച്ചാൽ മതി. പേര് അങ്ങ് ഇട്ടേച്ചാൽ മതി. ഇനി മുകളിലിട്ടോ. മെമ്പർഷിപ്പ് നമ്പർ വേണ്ട. മെമ്പർ നമ്പറാണ്. അതെ. സാറിൻ്റെ പേര് രഞ്ജിത്ത് എന്നോട് എഴുതി. ഇതിലൂടെ ഒന്നുണ്ട്. ഇത് രവിരാജൻ്റെ ആദ്യത്തെയാണ്. അത് 6ാമത്തെ നമ്പറുള്ള അതെ. ക്യാമറയിൽ പ്ലീസ് ആരെങ്കിലുമൊക്കെ ഒന്ന് മടിച്ചിരിക്കാതെ. അത് ഒരു അത്യാവശ്യ കാര്യമാണ്. ഓരോന്ന് ചെയ്യാം. അല്ല, എല്ലാവരും ചെയ്യാമെങ്കിൽ ഓരോന്ന് ചെയ്യാം. ഓക്കെ. അതിൽ തന്നെ വീണ്ടും ഇടാം സാർ. അതിൽ തന്നെ അടിയിൽ വീണ്ടും ഇടാം. ഓക്കെ ഓക്കെ ശരി. അതുകൊണ്ട് ഇതിൽ വേറെ ഇടാം. ആവശ്യമുണ്ടെങ്കിൽ വേറെ എടുക്കാം. ഇതിലിട്ടുള്ളൂ. ബാബാ തോറ്റവർക്ക് മുൻഗണന വേണം. പേര് വേണം. അത് മുകളിലോട്ടിരിക്കുക. ബാബാ പറമ്പ പേന തരാം. ഇത് എല്ലാത്തിനും സൈൻ ചെയ്യണം. അതാ അത് വേറെ നമുക്ക് ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കും. 2 ഇത് മതിയല്ലേ? മതി. പേരെഴുതിയല്ലോ. നമ്പരും കൂടെ എഴുതി വയ്ക്കാം. മറ്റേ
100 മറ്റേ നമ്മുടെ നമ്പറാണ്. മെമ്പർ നമ്പർ ഓക്കെ. ഇവിടെ ഇഷ്ടപ്പെട്ടു മുകളിലോട്ട് പേരിടണം പേരിടണം. അത് മതി ഓരോന്ന് മതി. എണ്ണിപ്പിണ്ട ഇട് ധോണി വന്നിട്ടുള്ളൂ. മെമ്പർഷിപ്പ് നമ്പർ എഴുതിയോ നിഷ? മെമ്പർഷിപ്പ് നമ്പർ എഴുതിയോ? പേര് മെമ്പർ നമ്പരും പേരും ഒപ്പും. ഇരണ്ണം ഈടായിട്ടാലും കുഴപ്പമില്ല. ഓരോന്ന് പറഞ്ഞു എല്ലാം ഉണ്ടെങ്കിൽ വന്നാലേ ഓരോന്ന് പറ്റുള്ളൂ. അഭിലാഷ് ഒരെണ്ണത്തിൽ ഉപ്പിട്. അഭിലാഷ് പ്ലീസ് വാ. കുട്ടപ്പണ ഇതാ ഒന്നിലിട്. മുകളിൽ വഴി മെമ്പർ നമ്പർ പേരും ഒപ്പ്. ഇപ്പം ബാത്റൂം മെമ്പർ നമ്പർ പേരും ഒപ്പ്. തീർന്നു അല്ലായ? ഇനി ഒന്നുണ്ട്. ഒരാളും കൂടെ വേണം. വാ ഒന്നല്ല ഒന്നുകൂടെ ഒരാളും കൂടെ വിളിക്കാം. എന്നാലും കുഴപ്പമില്ല. ഇനി ഒരാളില്ലേ ഉള്ളൂ. ഇനി വേണോ? അതെ പേര് നമ്പർ പേര് നിങ്ങളുടെ നമ്പർ 500 അല്ലേ? ഇങ്ങനെ പേര് 500. നമ്മളെ എൻ്റെ കാലത്ത് ചേർന്ന ആൾക്കാരല്ലേ? നല്ലോ ഒരു ഷീറ്റ്. ഡോക്ടറെ അതെ മെമ്പർ നമ്പർ പേര് ഐശ്വര്യമായിട്ട് ഇട്. ഞാൻ പ്രത്യേകം പറയും ജോഷ ഡോക്ടറാണ് ഇട്ടിരിക്കുന്നത്. പേര് വഴിയായിരുന്നു. പേര് വേണം. പിന്നെ ഈ ഒപ്പം തിരിച്ചറിയണം. ഞങ്ങൾ റിപ്പോർട്ടാക്കും ഇതെല്ലാം പൊട്ടിച്ചെടുത്തിട്ട്. ഇത് കോടതിയിലൊക്കെ പോകണ്ടോ ഇല്ലയോ? സിവിളും ക്രിമിനലും ക്യാമറ അല്ല ഇനി അല്ല ഓരോന്നിടത്ത് കാണിക്കും. വായിച്ചാൽ മതി. പത്ത് സ്ലിപ്പുണ്ട്. രവിരാജൻ്റെ ഡോക്ടർ ഒപ്പിട്ടിരിക്കുന്നു. രവിരാജൻ അടുത്തത് അഭിലാഷ് വിശ്വം. രവിരാജൻ നരേന്ദ്രൻ ഒപ്പിട്ടിട്ടുണ്ട്. രവിരാജൻ്റെ അടുത്തത് വിജയസേനൻ ഒപ്പിട്ടിട്ടുണ്ട്. അല്ല വിജയസേനൻ്റെ 228 ജയരാണെന്ന് വി രവിരാജൻ്റെ അടുത്തത് രഞ്ജിത്ത് ഒപ്പിട്ടിട്ടുണ്ട്. 620 ചന്ദ്രകുമാരിയുടെ ഡി കുട്ടപ്പൻ ഒപ്പിട്ടിട്ടുണ്ട്. ചന്ദ്രകുമാരി ചന്ദ്രകുമാരി നിഷ ബാബു ഒപ്പിട്ടിട്ടുണ്ട്. ചന്ദ്രകുമാരി സോമൻ ശ്രീകുമാർ. ചന്ദ്രകുമാരി രഞ്ജിത്ത് പ്രോസസ് ഒന്നും ചേഞ്ച് ചെയ്യണം. എടുക്കുന്ന ബാലറ്റ് പേപ്പറിനകത്ത് എഴുതിയ ആളുടെ പേര് അനൗൺസ് ചെയ്യാൻ പാടില്ല. ആ പേരിന് ഒരു പ്രസക്തിയില്ല. ഞങ്ങളെ ഫയലിൽ പോകണം. റെക്കോർഡിൽ പോകണം. ഒരാൾക്ക് ആരെങ്കിലും ഒരാൾ ഈ കവർ എം ടി ആണോ നോക്കണം.
ഇങ്ങോട്ട് നോക്കാം, ക്യാമറ ഇപ്പുറത്തെ കറങ്ങിയോ, ഇപ്പുറത്തേക്ക് ഈ ക്യാമറയിൽ നിന്ന് കണ്ടോ, ക്യാമറ കണ്ടിട്ട് ചെയ്യുന്നത്. ക്യാമറ ഉണ്ട് ഇവിടെ എന്ത് ചെയ്തത് കുറെ പൈസ ഒന്ന് രണ്ട് പേർക്ക് വേണമെങ്കിൽ സ്റ്റേജിൽ എവിടെ നിൽക്കാം. ഞങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇനി വേറെ വല്ല വെള്ളത്തിൽ കാണിക്കുന്നത് അറിയാണ്ട് ഒന്നും പേർക്ക് ഇവിടെ നിൽക്കാം വേണമെങ്കിൽ. ആ ഒരു സ്റ്റേജ് നമ്മൾ കണ്ടില്ലായിരുന്നു, അത് അടി വെച്ച് നടന്നു എന്നൊന്നും പറയുന്നു. ഓക്കെ സാറേ, 10 എല്ലാ കവറും എം ടി ആണ്. അപ്പോൾ ഈ 10 കവറിൽ നിങ്ങൾ കാണാൻ നമുക്ക് ഓരോന്നോരോന്നായിട്ടുണ്ട്. എടുക്കണ്ടേ നോക്കിയല്ല ഇരിക്കാൻ വേണ്ടിയാണ് ഇത് ഈ പ്രോസസ്. അല്ലെങ്കിൽ ഇപ്പൊ തകയാൻ തീർന്നില്ല. കാണാൻ പറ്റും. പൊട്ടിക്കാൻ പോവാണ്. ഫുൾ ലെങ്ത് നമ്മുടെ സിസ്റ്റമാറ്റിക് കണ്ണടച്ച് വാങ്ങുമ്പോഴേ ഞാൻ കണ്ടല്ലോ. ഇനി ഇതുവരെ ചെയ്തിട്ടില്ലാത്ത വേറൊരാളോ ഇതുവരെ വന്ന്
അവിടെ വെച്ചിട്ട് ഷവൽ ചെയ്തോ. ക്യാമറയുടെ മുമ്പ് വന്നിട്ട് അങ്ങനല്ല തമാശ പറയില്ലേ? ശുദ്ധ ഹൃദയം ക്യാമറയിൽ അത് കാണണം. ഓരോരുത്തരെ വിളിക്കാം. നീ കണ്ണ് കെട്ടിയെടുക്കില്ല. ഇനി ആർക്കെങ്കിലും ഷഫിൾ ചെയ്യണമെന്നോ? അപ്പൊ ഒരു കാര്യം ഇതായി 10 മുതലാണ് പറഞ്ഞാൽ പിടിക്കാതെ. ഇനി 3 പേര് ആദ്യം ഒരുമിച്ച് തരാം. കാര്യം ഒരാളിന് 3 വോട്ടാകുമ്പോൾ നമ്മൾ നിർത്തും പരിപാടി. ബാക്കിയുള്ള പൊട്ടിക്കത്തില്ല. ഒരാൾക്കാണെങ്കിൽ അത് ഒരാളിന് 3 വോട്ട് കിട്ടിയാൽ ഒരാളിന് 3 എണ്ണം കിട്ടിയാൽ നമ്മൾ അവിടെ ചെന്ന് നിർത്തും. അപ്പോൾ ശ്യാം ഡോക്ടർ ഒന്നും ചെയ്തില്ല. വെരിഫൈ ചെയ്യാൻ കൊടുത്തിരുന്നു. ഒരാളിന് 3 ആവുമ്പോൾ ചെയ്യാൻ പറ്റത്തില്ല. അല്ല അത് വേണ്ട, അത് വേണ്ട. പബ്ലിക്കിൽ നിന്ന് എടുക്കാം, ഓഡിയൻസിൽ നിന്ന് എടുക്കാം. 3 പേര് വാ. അല്ലെങ്കിൽ അത് ശരിയാണ്. 3 പേരും ഒരുമിച്ച് വാ. അത് അല്ല, ഓരോരുത്തരായിട്ട് വന്നാൽ മതി, കുഴപ്പമില്ല. ബോക്സിലിട്ടിരുന്നോ? ഇനി ബോക്സിൽ ഇത് എഴുതാൻ നേരത്തെ നോക്കാൻ പാടില്ല. നോക്കാൻ പാടില്ല. ഇതിന് അങ്ങോട്ട് നോക്കാൻ പാടില്ല. ഞാൻ വിളിച്ച് അങ്ങോട്ട് നോക്കിയിട്ട് ഒന്നുകൂടെ എടുക്കണം. ആ എടുത്ത് ഒട്ടിക്കാൻ പറ്റും. സാറിനെ കൊടുക്കും. സാറാണ് അനൗൺസ് ചെയ്യേണ്ടത്. ഓക്കെ, 2 എണ്ണം എടുത്തിട്ടുണ്ട്. വാ അല്ല, 3 എണ്ണം എടുക്കട്ടെ. എന്തായാലും 3 എണ്ണം മിനിമം എടുക്കാം. എന്തായാലും നോക്കണ്ട, നോക്കരുത്, കണ്ണടച്ച്. അങ്ങോട്ട് നോക്കിയിട്ട് കേൾക്കണം. അങ്ങോട്ട് നോക്കണ്ടേ? അങ്ങോട്ട് നോക്കരുതുണ്ട്. അതായത് 3 എണ്ണം എടുത്തിട്ടുണ്ട്. 3 എണ്ണം പൊട്ടിക്കുകയാണ്. സ്റ്റേപ്പിളർ ഇവിടെ. എല്ലാവരും നോട്ട് ചെയ്യേണ്ടവർക്ക് നോട്ട് ചെയ്തോളാം കേട്ടോ. രവിരാജൻ. ഒരു മിനിറ്റ്. ഓക്കെ ഞാൻ ചെയ്യാം. വെക്കില്ലേ ഞാൻ പറഞ്ഞുതരാം. സ്റ്റേപ്പിളർ ഞാൻ പുറത്ത് വെച്ച് സ്റ്റേപ്പിൾ ഓക്കെ ഞാൻ വിചാരിച്ചു കാണുന്ന തരത്തിലും വെച്ചു. തിരിച്ച് കാണുന്ന തരത്തിലും വെച്ചു. അങ്ങനെ വെച്ചങ്ങ് ഷേപ്പ് ചെയ്തു. നമ്പർ 1 രവിരാജൻ. എൻ്റെ പേന വേറെ ഇല്ല ഞാൻ എടുക്കാം. ഇന്നില്ല ഇത് 3 രവിരാജനാണ് നമ്മൾ ജോലി ചെയ്ത് നോക്കുന്നത്.
ശരി. ചന്ദ്രകുമാരി. എഴുതിക്കോട്ടെ. ഓരോ സിസ്റ്റം ഞാൻ വെച്ചോളാം. എൻ്റെ സീരിയൽ നമ്പർ എഴുതിക്കാം സാറേ. ഇതിൽ 6ആണ് രവിരാജൻ്റെ. അത് എത്ര സീരിയൽ നമ്പർ ഇത്? ഇത് രവിരാജൻ 6, ചന്ദ്രകുമാരി 2. ക്യാമറ കിട്ടില്ല. ടെൻഷൻ ഇല്ല, ടെൻഷൻ മതിയായി. ചന്ദ്രകുമാരി. നെല്ല് 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 നെല്ല്. 12 പേര് വരാം. അല്ല ഇത് തീരട്ടെ. എൻ്റെ നമ്പർ ഫോൺ. ഇട്ട് സ്റ്റേപ്പിളി. പ്ലീസ് പിക്ക് ഇറ്റ്, പ്ലീസ് പിക്ക് ഇറ്റ്. നമ്മൾ മൂന്നെണ്ണം എടുത്തതിൽ 2 ചന്ദ്രകുമാരി, 1 രവിരാജൻ. ഇങ്ങോട്ട് നോക്കിട്ട് ഇത് വേറെ നോക്കാൻ പറ്റില്ല. നോക്കി ഇറങ്ങി. ഇത് രണ്ടും നോക്കട്ടെ, അല്ല ഇത് രണ്ടും നോക്കട്ടെ, ചിലപ്പോൾ മതിയാവും. ചന്ദ്രകുമാരിക്കാണ് 2 കിട്ടിയല്ലേ? ഒന്നും രണ്ടും അപ്പോൾ ഒരെണ്ണം പിടിച്ചാൽ ചിലപ്പോൾ മതിയാവും. മതി 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 മതി. ചിലപ്പോൾ ഒരെണ്ണം പിടിച്ചാൽ ചിലപ്പോൾ മതിയാവും. അതാണ് നിങ്ങൾ എല്ലാം കൂടെ എടുക്കുകയും ചെയ്തത്. രവിരാജൻ. സ്റ്റേപ്പിൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ഓരോ ഓട്ടം ഇമ്പോർട്ടൻ്റാ. അല്ല ഇത് മതി, ഇതൊന്നും മതി, ഇതുകൂടെ മതി, ഇതുകൂടെ മതി. ശരിയാ, ഏതായാലും ഇതൊന്നും മതി. കാരണം രഗിരണ്ട് വെച്ച് നിൽക്കുകയല്ലേ. ബാക്കിയെല്ലാം സ്റ്റേപ്പിൾ ചെയ്തുപോലെ. ഓക്കെ. രവിരാജൻ. അല്ല ഇനി 5 വേണ്ടല്ലോ, 3 ആയല്ലോ. രവിരാജൻ. പൊട്ടിക്കത്തില്ല, അത് അതുപോലെ അങ്ങ് വെച്ച് വലിയ വയ്ക്കട്ടെ. നിങ്ങളാണ് ഇട്ടല്ലേ കിടക്കുന്നത്. നമ്പർ ഇട്ട് കവർ സീൽ സീൽ. അതല്ല 5 എണ്ണം ഞാൻ എടുത്തേ. 5 എണ്ണം ഞാൻ ഇത് നമ്മൾ സീൽ ചെയ്യാണ്. ഈ 5 എണ്ണവും സീൽ, ഇത് 5 എണ്ണം സീൽ സ്റ്റേപ്പിൾ ചെയ്യും. ഞങ്ങൾ ഇലക്ഷൻ റെക്കോർഡ് എല്ലാം കൂടെ ആക്കി അൺയൂസ്ഡ് എന്ന് എഴുതി. ഏത് കോടതിയിൽ നിന്നാണ് നോട്ടീസ് എന്ന് അറിയാൻ നോക്കൂലല്ലോ. ചായ കുടിച്ചു കഴിഞ്ഞാൽ നോട്ട് ഓപ്പൺ. 5 എണ്ണവും സീൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്.
കാണിക്കുന്നത് നമ്മുടെ ക്യാമറയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. See, in conclusion, I think we got Ravirajan, who has scored 3 times first. So he probably is going forward. He stand elected. Announcement will happen later. Okay? Thank you. Anyway, I'll thank all the participants that it was a very wonderful small evening, but one single event we could stretch it to some 20 minutes of entertainment also. Thank you. Actually, today itself ഒഫീഷ്യൽ ഡിക്ലറേഷൻ 29-ാം തീയതി നടക്കും. പക്ഷേ നമ്മുടെ ഇലക്ഷൻ പ്രോസസ്സ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഇലക്ഷൻ നല്ല രീതിയിൽ, അതായത് വളരെ മോഡേൺ രീതിയിൽ തന്നെ ടെക്നിക്കലി ഏതാണ്ട് ഒരു 100% ടെക്നിക്കൽ അപ്ഗ്രഡേഷൻ പോലാണ് ഇവരിപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇവരെ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല. വളരെ നല്ല രീതിയിൽ ഈ ഇലക്ഷൻ കണ്ടക്ട് ചെയ്ത ഇവർക്ക് 3 പേർക്കും ഞാൻ ക്ലബിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്ത 2 കൊല്ലം കഴിയുമ്പോൾ ഇവരെ തന്നെ ഏൽപ്പിക്കണം. കാരണം ഇത്രയും സ്മാർട്ടായിട്ട് ചെയ്യാൻ പറ്റിയ വേറെ ആരും നമ്മുടെ ക്ലബ്ബിൽ ഉണ്ടോയെന്ന് തോന്നുന്നില്ല. അത് അപ്പോൾ താങ്ക് യു. ഇത് കേട്ടോണ്ടാ തോറ്റെന്ന് പറയുന്നത്. അപ്പോൾ താങ്ക് യു ഓൾ. നമുക്ക് ഇന്നൊരു ചെറിയ ഒരു എൻ്റർടൈൻമെൻറ്റ് നമുക്ക് ഇനിയും കാണുന്ന വരെ നമുക്ക് പിരിയാം.